ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് ഓരോ ദിവസം കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മൾ തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പുതിയ ഡിസൈൻസും അല്ലെങ്കിൽ പുതിയ സ്റ്റിച്ചസും തയ്ക്കുകയാണെങ്കിൽ കാണുന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്നവർക്കും ഒരു സുഖവും സന്തോഷവും കിട്ടും. അപ്പോൾ സെയിം ഡിസൈൻ തന്നെ എപ്പോഴും ഒരേ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തയ്ക്കുന്നവർക്കും ബോറടിക്കും, കാണുന്നവർക്കും ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന സ്റ്റിച്ചസിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് അതൊരു പുതിയ ലുക്ക് ആക്കി മാറ്റിയാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ഇപ്പോൾ ആൾക്കാരാണെങ്കിലും കൂടുതൽ കസ്റ്റമേഴ്സും നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനത്തെ ഒരു ഡിസൈനിങ് ആണ് കാണിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റിച്ചിൽ ഒരു കുഞ്ഞു മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു പുതിയ ലുക്കാക്കി മാറ്റുവാണ്. അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ ആ സാരി തയ്ച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഷെയറും ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ആദ്യം നമുക്ക് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സാരി മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെക്കോട്ട സാരിയിൽ തയ്ക്കാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആണ്. അത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ റോളായിട്ട് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് ഞാൻ കിട്ടാൻ വഴിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ത്രെഡൊക്കെ ആങ്കറിൻ്റെ ത്രെഡ് മേടിക്കുമ്പോൾ അവർ ആങ്കറിൻ്റെ ബോക്സിലിട്ട് തരുവാണെങ്കിൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു പേപ്പർ ഉണ്ടാകും. അപ്പോൾ അതുപോലത്തെ ഒരു പേപ്പറിൽ വരച്ചെടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു ഡിസൈനാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നീണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ചുളുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പേപ്പർ വരെ നമുക്ക് കളയാണ്ട് യൂസ് ചെയ്യാവുന്നതാണ് ഡിസൈൻ വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പറിൽ ഡിസൈൻ വരച്ച് വെച്ചിരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ അത് കാണുമ്പോൾ തന്നെ അറിയാം, ഉള്ളിലൊരു സർക്കിളുണ്ട്, അതിൻ്റെ ചുറ്റും വേറൊരു സർക്കിളും 5 ലൈൻസും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതൊരു റൗണ്ട് ഡിസൈനാണ്, ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതാണ് കാണാം. അപ്പോൾ ഇത് ഞാൻ ചെക്കോട്ടയിലാണ് തയ്ക്കുന്നത്. അപ്പം ഈ ഒരു ഡിസൈൻ താഴെ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നല്ല ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതാണ് സാരിയിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തയ്ക്കാനായിട്ട് നമ്മൾ 2 കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആങ്കർ ത്രെഡ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കളർ കോഡ് 46ഉം ഇതിൻ്റെ കളർ കോഡ് 846ഉമാണ് കളർ കോഡ്. ഈ 2 കളർ ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ബീഡ്സ് ഈ ഒരു ഷേപ്പ് സൈസിലുള്ള ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് ഉള്ള ഡൗട്ടാണ് ഈ ബീഡ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ കളറ് പോകുമെന്നുള്ളത്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. കളറ് പോകുന്ന കാര്യമൊക്കെ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെപ്പറ്റിയുള്ളത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് അല്ലെങ്കിൽ തണ്ടായാലും എല്ലാം തയ്ക്കുന്നത് 3 സ്ട്രാൻഡ്സ് ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ തണ്ട് തയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ലീഫും തയ്ക്കാം. അപ്പം ഇതിൻ്റെ തണ്ട് തയ്ക്കുന്നത് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് 3 സ്ട്രാൻഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടം വരെയാണ് ഒരു പോയിൻ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ താത്തുന്നു. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലെടുത്തിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സെൻറ്റർ പോയിൻറ്റിലോട്ട് ഇങ്ങനെ. ഈ വി ഷേപ്പ് എന്തോരം കുനിഞ്ഞ് വരണം എന്ന് വെച്ചാൽ എത്ര ബെൻഡ് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇത്രയും ലെങ്ത്ത് കൂടുതലാണ്, ഇവിടം വരെയുണ്ട്. ആ ലെങ്ത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത്രയും ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ഫ്രെയിം ഊരി കഴിയുമ്പോൾ ഇത് ലൂസായിട്ടിരിക്കണ പോലെ തോന്നും. അതുകൊണ്ട് ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു വട്ടം താത്തിയിട്ട് വീണ്ടും എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതുമാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. ഈക്വലായിട്ടുള്ളത് ഇതിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഈക്വലല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇതുവരെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഇത് ചെയ്തത്.
ഇതിവിടെ കെട്ടിടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ലീഫ് തയ്ക്കാനായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ഇത്തിരി പോർഷൻസാണ് കാണത്തുള്ളൂ. ഈ ഒരു ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗമാണ് നമ്മുടെ ത്രെഡ് വലിച്ചേക്കുന്നത് കാണത്തുള്ളൂ. അപ്പം അത്രയ്ക്ക് വൃത്തികേടില്ല, എളുപ്പത്തിൽ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെന്ന് വെച്ച് കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ഫിഷ് ബോൺ ആണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ ചെയ്യുമ്പം മിക്കവർക്കും ഫിഷ് ബോൺ തയ്ക്കാൻ അറിയാം, പക്ഷേ ആ പാർട്ടീഷൻ കറക്റ്റായിട്ട് വരുന്നതില്ല. അപ്പം അത് ചെയ്യാനായിട്ട് ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എടുത്ത് കുത്തുന്ന എന്ന് വെച്ചാൽ സെയിം പോയിന്റിൽ തന്നെ കുത്തിത്താത്തുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഒരേ പോയിന്റിൽ കുത്തിത്താത്തി നെക്സ്റ്റ് എടുക്കുമ്പം അതിന് തൊട്ട് താഴെ, ഒത്തിരി താഴത്തോട്ടും വെക്കരുത്, തൊട്ട് താഴെയായിട്ട് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്യാപ്പിങ് മേളിൽ സൈഡിൽ നിന്ന് എടുക്കുന്ന ഗ്യാപ്പിങ്ങും അതുപോലെ തന്നെ നോക്കുക. എന്നാലാണ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതിപ്പോൾ സെയിം ഹോളിലല്ലെങ്കിലാണ് ആ ഒരു ഫിനിഷിങ് പോകുന്നത്. അപ്പോൾ സെയിം ഹോളിൽ തന്നെ തൊട്ട് താഴെ അടുത്തടുത്ത് തയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കി ചെയ്യുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലൂടെ ആ പാർട്ടീഷനൊക്കെ നല്ലോണം കണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ലീഫ് ഫിഷ് ബോൺ വെച്ചിട്ട് തയ്ച്ച് തീർക്കാം. അപ്പോൾ നമ്മൾ ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ തയ്ക്കാം. ഈ ഒരു ഫ്ലവറാണ് ഞാൻ തയ്ക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു സർക്കിളുണ്ട്, പുറമേ ഇതിൻ്റെ പുറത്തായിട്ട് 5 ലൈൻസും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് തയ്ക്കാനായിട്ട് നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ 5 ലൈൻസാണ് തയ്ക്കുന്നത്. ഫൈവ് ലൈൻസ് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ 5 ലൈൻസ് തയ്ച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പം തയ്ച്ചു കഴിഞ്ഞ ആ ലൈനിൻ്റെ സൈഡിൽ തന്നെ കുത്തിയെടുത്തിരിക്കുന്നത്, സൈഡിൽ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ്സ്, ഒന്നിൻ്റെ മേലിൽ കൂടെയും ഒന്നിൻ്റെ താഴത്തെ കൂടെ അങ്ങനെ എടുക്കുകയാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ റോസിറ്റി സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തന്നെ തയ്ക്കുകയാണ്. ഒത്തിരി വലിക്കണ്ട, അങ്ങനെ പോകട്ടെ, അങ്ങനെ തയ്ച്ച് ഒത്തിരി വലിച്ചങ്ങ് കുഞ്ഞിതാക്കണ്ട, നോർമലി ആവശ്യത്തിന് വലിക്കുക. അപ്പം അതുപോലെ ഒന്നിടവിട്ട് നമ്മൾ നൂല് മേളിലും താഴെയായിട്ട് എടുത്തുകൊണ്ട് ഇത് ഫുൾ റൗണ്ടും ഈ സർക്കിൾ ഫുള്ളും നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ത്രെഡ് പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഇറങ്ങി ഇത് കയറി പോയി അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട. അത് തയ്ച്ച് ഏറ്റവും അവസാനം ആകുമ്പോൾ ശരിയായി വന്നോളും. ഒത്തിരി വലിക്കണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് റോസിറ്റി സ്റ്റിച്ച് ഫുള്ളാക്കി ഫുൾ റൗണ്ടും തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റോസിറ്റി സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയൊക്കെ നമ്മൾ ഈ സ്ട്രെയിറ്റിൽ സ്റ്റിച്ച് തയ്ച്ചിട്ടുണ്ട്, 5 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മൾ കുത്തിയെടുത്തിട്ട് ഇതുപോലെ കുത്തിയെടുത്തിട്ട് ആ ബോർഡറിൽ കൂടെ തന്നെ കുത്തിയെടുത്തിട്ട് ഇത് കുറച്ചും കൂടി ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ താത്തുക. എന്നിട്ട് അത് നല്ലോണം വലിച്ചോളൂ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം തന്നെ വലിച്ചെടുത്താത്തുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പെറ്റൽസ് എല്ലാം നല്ലോണം ഇരുന്നോളും. അപ്പോൾ എവിടേക്ക് താത്തിയെന്ന് നമുക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, എവിടേക്കാണ് സ്ട്രെയിറ്റ് ലൈൻസ് വന്നതെന്ന്. അവിടെയൊക്കെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തേക്കൂടെയും ഇതുപോലെ 5 ലൈൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ എത്ര ലൂസായിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് സെൻറ്ററിൽ നമ്മൾ ബീഡ് വെക്കുകയാണ്. ബീഡ് വെക്കാൻ നേരത്ത് ഞാനൊരു കാര്യം പറഞ്ഞു,
എന്താണ് ബീഡ് വെക്കാൻ നേരത്തെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ദേ ഇതാണ് വൈറ്റ് ബീഡ്. ഈ ഒരു ബീഡിൻ്റെ ഔട്ടർ കോട്ടിങ് നമ്മൾ ഒത്തിരി വാഷ് ചെയ്താൽ പോവില്ലേ, അയൺ ചെയ്യാതാൽ പോവില്ലേ എന്നൊക്കെ പലർക്കും പല ഡൗട്ട്സും ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഈ ബീഡ് നമ്മൾ വെറുതെ ഫിക്സ് ചെയ്ത് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ച് നല്ലോണം തയ്ച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഡ് നടുക്ക് നമ്മളത് ഇപ്പം വൈറ്റ് കളർ ത്രെഡ് തന്നെയാണ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബീഡ് എടുക്കുന്നു, എന്നിട്ട് ജോയിൻ ചെയ്യണം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ചിലവർ വെറുതെ പേസ്റ്റ് ചെയ്ത് വെക്കും, ചിലവർ നീഡിൽ വെച്ചിട്ട് ഇതുവരെ തന്നെ ഞാനിപ്പോൾ ചെയ്യണവരെ തന്നെ കോർത്ത് പിടിപ്പിച്ചിട്ട് തയ്ച്ച് വെക്കുകയും ചെയ്യും. അപ്പം ഒട്ടും ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ നടുക്ക് ഹോള് വന്നിട്ടില്ല ചെക്കോട്ടയിൽ സാരിയിൽ. ചില പാറ്റേൺ തയ്ക്കുമ്പോൾ ഇപ്പോൾ ലേസി ഡേസി ഒക്കെ തയ്ക്കുമ്പോൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ എല്ലാ പെറ്റൽസും എടുത്ത് തയ്ക്കാൻ നേരത്ത് നമുക്കൊരു ഹോള് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കേസിൽ ആദ്യം ഫാബ്രിക് ഗ്ലൂ വെച്ച് ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് തയ്ച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ വിട്ടുപോരും പെട്ടെന്ന്. അത് ഒരു കേസ്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ 2 വട്ടം ഈ ഹോളിൻ്റെ കൂടെ ബീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. താഴെ നോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതേ നോക്കൂ, നമ്മൾ എത്രയൊക്കെ ഇളക്കിയാലും അത് പോകത്തില്ല, കണ്ടോ, അത് അനങ്ങത്തില്ല, അത് അവിടെ തന്നെ ഇരുന്നോളൂ. അതുകൊണ്ട് ഊരിപ്പോരും എന്നുള്ള പേടി വേണ്ട. രണ്ടാമത്തെ പിന്നെ എല്ലാവരുടെയും പേടി ഇതിൻ്റെ പെയിൻറ്റ് പോകുമെന്ന്. ഒത്തിരി ഇപ്പം നമ്മൾ കല്ലിലൊക്കെ ഇട്ട് അലക്കി വാഷ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റ് എന്തായാലും പോകും. അതിപ്പോൾ നമ്മൾ ഇതെന്നല്ല, വേറെ ഏത് ബീഡ് വെച്ചാലും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, പെയിൻറ്റ് പോകാനും ചാൻസ് ഉണ്ട്. ഈ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഹാൻഡ് വാഷാണ് നല്ലത്. ഒത്തിരി ഇത് ചെയ്യാണ്ട് കല്ലിലൊന്നും ഇട്ട് അലക്കാണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ, ഒത്തിരി നമ്മൾ ചെളിയാവുന്നില്ലല്ലോ സാരികളിലൊന്നും, ആവുന്ന പോർഷനിൽ നല്ലോണം സ്ക്രബ് ചെയ്യുക, അല്ലാത്ത പോർഷനിൽ നല്ലോണം കൈകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാനാണ് നല്ലത്. അത് എല്ലാ മെറ്റീരിയൽസ് ഇപ്പം ഏത് ബീഡ് വെച്ചാലും അതാണ് നല്ലൊരു ഓപ്ഷൻ. അങ്ങനെ ചെയ്യുക. പിന്നെ അയൺ ചെയ്യുമ്പം ഈ ബീഡിൻ്റെ മേലിൽ കൂടെ അയൺ ചെയ്യരുത്. മറിച്ചിട്ട് തയ്ക്കുകയാണെങ്കിലും ആ ബീഡിൻ്റെ പോർഷനിൽ ഓവർ ഹീറ്റ് പാടില്ല. ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബീഡിന് കേടുവരും. ഇതൊക്കെയാണ് ബീഡ് വെച്ച് സാരി അല്ലെങ്കിൽ ബീഡ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ ബീഡിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പെയിൻറ്റും പോകത്തില്ല, പറഞ്ഞും പോരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി, ഓഫ് വൈറ്റ് സാരിയാണ്. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേളും നടുക്ക് വെച്ചിരിക്കണം. അപ്പം നല്ല ഭംഗിയായിട്ട് ആ കളർ കോമ്പിനേഷൻ നല്ലോണം നല്ല ഭംഗിയിലാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മുന്താണിയിൽ ഈ ഒരു ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ കുഞ്ഞ് ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുവരെ 2 കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പോർഷനിലാണ് വരുന്നത്. ഷോൾഡറിൻ്റെ അവിടെ 3 ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ 3 ഇതുപോലത്തെ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ഭാഗത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഡിസൈനും. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ലോണം തെറിച്ച് നിൽക്കും. പിന്നെ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ ഇതോർത്ത് 2 കുഞ്ഞ് ഡിസൈൻ സ്ലീവ്സിലും കൊടുത്താൽ അവിടെയും നല്ല കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ചൊരു ഭംഗിയുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല സിൽക്ക് എഫക്റ്റ് ഉള്ള ഏതെങ്കിലും എന്ന് വെച്ചാൽ കോട്ടൺ സിൽക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സിൽക്കി എഫക്റ്റ് ഉള്ള ബ്ലൗസ്, റെഡ് കളർ ബ്ലൗസ് ഇട്ടാൽ കുറച്ചുകൂടെ നല്ല നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. അല്ലെങ്കിൽ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ ഈ ഒരു ഡിസൈനിങ് തയ്ച്ചാൽ മതി. ഇതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3, ചെസ്റ്റ് പോർഷനിൽ 1, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, മുന്താണിയിൽ 1, റണ്ണിങ് പോർഷനിൽ 2 കുഞ്ഞ് ഡിസൈൻ. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഡിസൈനിൻ്റെ ഫോട്ടോ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും, അപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.